ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിന്ന് വളരെ മനോഹരമായൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ പ്രകൃതി കരിഞ്ഞു നൽകിയ മനോഹാരിതയൊക്കെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ചില എന്താ പറയുക ക്രിയേഷൻസൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതുപോലൊരു സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ പോകാനൊരു ചാൻസ് കിട്ടി. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് പുറമെയുള്ള ഗാർഡനിലുള്ള മനോഹരമായ കാഴ്ചകൾ. എന്താ പറയുക, നല്ല ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഒരു വലിയൊരു വെള്ളച്ചാട്ടവും അതിൽ നിന്ന് ഒഴുകുന്ന അരുവികളും അതുപോലെ ഒരുപാട് പൂക്കളും ശരിക്കും പറഞ്ഞാൽ പക്ഷികളും എന്താ പറയുക തുമ്പികൾ വരെ വന്നിരിക്കുന്നു. അത്ര നല്ല മനോഹരമായ കാഴ്ചകൾ. കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ചുവട്ടിൽ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് നല്ലോണം ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ആ സ്ഥലത്തേക്കാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ. ഈ പട്ടണത്തിന് യാതൊരു തിരക്കും ബഹളവും കാറിൻ്റെ സൗണ്ടും ഒന്നുമില്ലാതെ നമുക്ക് കുറേ സമയം ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് എന്താ പറയുക നീട്ടുന്നില്ല, നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ ഗ്രാൻഡ് ഹയത്തിൽ എത്തിയിട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ആണ് കേട്ടോ. നല്ല ഭംഗി നോക്കി, ഇവിടെ തന്നെ സൈഡിൽ ബോഗൻ വില്ല എത്രയാണ് വളർന്നു നിൽക്കണം നോക്കിയാൽ, നല്ല ഭംഗിയില്ലേ? അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാമേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്നാണ് വെള്ളം വരുന്നത്. പിന്നെ കുറേ ഭംഗിയുള്ള ഫൗണ്ടൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വെള്ളം നല്ല ഫോഴ്സിലാണ് കേട്ടോ വീഴുന്നത്. നമുക്ക് ശരിക്കും എന്താ പറയുക, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ശരിക്കും തോന്നും. നല്ല സൗണ്ടിലാണ് ആ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടില്ലേ? ഭയങ്കര ശക്തമായിട്ടാട്ടോ വീഴുന്നത്. ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടനാണ്. ഇതാ ഞാൻ പറഞ്ഞ ബെഞ്ച് പോലെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ വെയിലില്ലെങ്കിൽ നല്ല രസമായിരിക്കും അവിടെ ഇരിക്കാൻ.
കണ്ടില്ലേ, ഇത് വാഗമരത്തിൻ്റെ പൂന്നാണ്, എന്താ ഇതിന് പറയണത് എനിക്കറിയില്ല. തണൽ മരം ഉണ്ട്, നമ്മുടെ നാട്ടിലെ തണൽ മരം, അതിൻ്റെ പൂവാണ്. ഞങ്ങളൊക്കെ വാഗ എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയാണോ ഇതിൻ്റെ കറക്റ്റ് പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രാവ് കണ്ടില്ലേ, അരിപ്രാവ്. ഇവിടെ കുഞ്ഞ് ഫൗണ്ടൻ പോലെ എന്നിട്ടൊരു ചെറിയൊരു എന്താ പറയുക, പോണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ ഇതിന്, ഒരു വെള്ളക്കെട്ട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ അടിയിൽ കുറേ ഉരുളൻ കല്ലൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് അവരതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ രണ്ട് വശത്തുള്ള കാഴ്ചകൾ നോക്കി. ആ മുകളിൽ നിന്ന് വാട്ടർഫോൾ ഇല്ലേ, അതിൽ നിന്ന് ഒഴുകുന്ന ചെറിയ അരുവി പോലെ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് നാച്ചുറൽ എങ്ങനെയാണോ അരുവി ചെറുത് ഇങ്ങനെ ഒഴുകുന്ന ആറൊക്കെ ഒഴുകില്ലേ, അതുപോലെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടേ. ഈ ബ്രിഡ്ജിൽ നിന്ന് എത്ര നേരം ഇങ്ങനെ നോക്കിയിരുന്നാലും നമുക്ക് മതിയാവില്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ പാർക്കിങ്ങിൻ്റെ ഓരോ ലെയേഴ്സിലും ഇതുപോലെ സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. പല പല ലെയറായിട്ടാണ് പാർക്കിംഗ് ഉള്ളത്. അതിൽ ഒരു ലെയറിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ, പിന്നെ കുറച്ച് പാർക്കിംഗ് ഏരിയ, അതിനുശേഷം പിന്നെ അടുത്ത ലെയർ. അത് അങ്ങനെ നല്ല അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ പൂക്കളും പിന്നെ അരുവിയും ഒക്കെ ഒഴുകുന്നുണ്ട്. ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശമാണ് കേട്ടോ. ഇതിങ്ങനെ ഈ അരുവി പോലെ ഒഴുകിയിട്ട് ആ പാർക്കിങ്ങിൻ്റെ അടിവശത്ത് കൂടെ ഒഴുകി അടുത്ത ഇതുപോലുള്ള ഓപ്പണിംഗ് ഉണ്ട്, ആ ഭാഗത്തേക്ക് ഒഴുകിയെത്തും. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, അവിടെ നിന്ന് ഒഴുകി വരുന്നത് ആ പാർക്കിങ്ങിൻ്റെ അടിവശത്തു കൂടെ ഇങ്ങനെ ഒഴുകി ഒരു ചോല പോലെ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അങ്ങനെ ഒഴുകി പിന്നെ നെക്സ്റ്റ് പാർക്കിങ്ങിൻ്റെ അടിവശത്ത് കൂടെ ഇങ്ങനെ ഒഴുകി നല്ല ഭംഗിയായിട്ട് അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് കേട്ടോ. എന്നിട്ട് ഒരു എന്താ പറയുക, ചെറിയൊരു പൈപ്പ് പോലെ ഉണ്ട്, അതിൽ കൂടെ തിരിച്ച് ഈ വെള്ളം ഒഴുകി മേ ബി ആ ഫൗണ്ടനിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും, റീസൈക്കിൾ പോലെ ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ കണ്ടിട്ടോ, ഒരു തുമ്പിനെ കണ്ടോ, തുമ്പി. ഇത് കണ്ടില്ലേ, ആൽമരമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഫുൾ വേരൊക്കെ വന്നിട്ടൊരു പ്രോപ്പർ ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞ വലുതായിട്ടുള്ള ഒരു ആൽമരം തന്നെ കേട്ടോ.
അതിൻ്റെ ചോട്ടിലും ഇതുപോലെ ഈ നോക്കി ഇതിൻ്റെ രണ്ട് വശത്തും ഉള്ളത് കറ്റാർവാഴ ആണ്, നല്ല വലുതായത് കറ്റാർവാഴ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിമനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രിപ്ഷനും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രാൻഡ് ഹയാത്തിനോട് ബൈ പറയാം. ഓക്കെ, ബൈ.